നമ്മളെ ഡ്രൈവറും ഫാത്തി പറഞ്ഞ് സീസോന്ന് കളിക്കലാന്ന്. ഹരിമാഷയുടെ പിള്ളേരെല്ലാം കളിപ്പിക്കലാന്ന്. നമ്മളെ വിനോദ് മാഷ 2 കുട്ടികളും കേറിയിട്ടുണ്ട്. ഇതാ പ്രണമാഷ ഇടുന്ന് കാര്യമായ തവല മുട്ടലാന്ന്. ഒരാൾ ഇടുന്ന എന്തോ കവിത അങ്ങനെ എഴുതുന്നുണ്ട്. നമ്മളെ ഏത് ഭാഷ എന്റെ ചങ്ങായിന്റെ മോനും കൂടി ഇരുന്നിട്ട് ചാർലി ചാപ്പിളിനെ നോക്കുന്നുണ്ട്. നമ്മളെ ബസിന്റെ 2 ഡ്രൈവർമാർ കുട്ടികളെ നയിച്ചുകൊണ്ട് ഇങ്ങനെ പോക്കാന്ന്. ഇതെല്ലാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു സ്ഥലമാണ്. ഒരുപാട് കുട്ടികൾ കളിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്പ്രോസ് മീഡിയസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോയതാണ്. നമ്മൾ ഒരിക്കൽ ടൂർ പോയതിട്ട് ഇനി ഒരു സ്ഥലത്തും കൂടി പോയിന്. ഒരു പാർക്കിലാണ് പോയിന്. ബാക്കി അച്ഛൻ പറയട്ട്. ഇത് മാളു എൻ്റെ ഏട്ടൻ്റെ മോളാണ്. ആഷ്ലീൻ്റെ ഒന്നിച്ച് കളിക്കാൻ വേണ്ടി വന്നതാണ്. ഇവർ ഒരു ക്ലാസ് തന്നെയാണ് പഠിക്കുന്നത്. ഇവർ രണ്ടാളും കൂടി എടുത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ വീട്ടിൽ മണ്ണിടിച്ച് വീണത് നമ്മളെല്ലാം കൂടി കോരി മാറ്റുമ്പോൾ ഇവർ രണ്ടാളും കൂടി ഒളിച്ച് നിന്ന് എടുത്ത വീഡിയോ ആണ്. അത് കുറേ ആൾക്കാർ നല്ല രീതിയിൽ റീച്ച് ആകുന്ന രീതിയിൽ തന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൂർ പോകാമെന്ന് പറഞ്ഞത് ഒരു ഓർമ്മകളുടെ ഭാഗം കൂടിയാണ്. കാരണം ഞാനും പെങ്ങന്മാരിലോ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് ഇവരും പഠിക്കുന്നത്. അപ്പോൾ ഞാനും പെങ്ങളും ഞാൻ 3ാം ക്ലാസ് പഠിക്കും. അതായത് ആഷ്ലീൻ്റെ അതേ പ്രായത്തിലാണ് നമ്മൾ ഫസ്റ്റ് ടൂർ പോയത് ഈ സ്കൂളിൽ നിന്ന്. അപ്പോൾ നമ്മൾ കണ്ണൂർ, കടപ്പുറം, കോട്ട, പിന്നെ JCB. അന്നേരം JCBനെ കാണുമെന്നല്ല പറഞ്ഞാൽ വലിയ സംഭവമാണ്. പിന്നെ മിൽമ, അതുപോലെ പ്ലൈവുഡ് കമ്പനി, അങ്ങനെ ലിഫ്റ്റിൽ കയറുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം. അന്നേരം നമ്മളിങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ട് അന്നേരം റൂം പോലുള്ള സ്ഥലത്ത് നിന്ന് പിടിങ്ങനെ താഴെ പോകുന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര എല്ലാവർക്കും അതിശയമായിരുന്നു. അപ്പോൾ അന്നേരം ടൂർ പോകാൻ വേണ്ടി 25 ഉറുപ്പിയായിരുന്നു എൻ്റെ എല്ലാ കുട്ടിക്കാലത്ത്. അപ്പോൾ അത് ഒരു ഓർമ്മകളുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ നോവൽ കൃത്യമായ രീതിയിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇട്ടാൽ ഇനി ഇവർ വളർന്ന് വലുതാകുമ്പോൾ ഇത് ഓർമ്മകളുടെ ഭാഗമായി കാത്തു സൂക്ഷിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ. പിന്നെ നമ്മൾ വന്നു വെച്ചാൽ ഒരു പാർക്കുണ്ട്. ആ പാർക്കിലേക്കാണ് കുട്ടികളെയും കൂട്ടിയിട്ട് വന്നത്. ഹരിമാഷ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ആദ്യം നിലവിൽ ഇവിടുന്ന് പൈസ വാങ്ങാറില്ല. എന്നാൽ കൊടുക്കുന്നത് സ്വീകരിക്കാറേ ഉള്ളൂ. ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഒരു പാർക്കാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇത് ആശയെല്ലാം വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് കുട്ടികൾ വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ കാണുന്നത്. നാട്ടിൽ ഫോട്ടോ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ പോലെ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്ക് കുട്ടികൾ കൊണ്ട് കാറിലാണ്. ഞാനാണ് മുന്നിൽ നടക്കുന്നത്. എന്തെല്ലോ ശില്പങ്ങൾ പോലെ ആക്കി വെച്ചിട്ട് കാണുന്നുണ്ട്. ഇവിടെ മാനെല്ലാം ഉണ്ട് ആക്കി വെച്ചിട്ട്. ഇതാ പ്രണമാഷ ഇടുന്ന് കാര്യമായ തവല മുട്ടലാന്ന്. ആസ്വദിച്ച് മുട്ടുന്നുണ്ട്. ഇവിടെ മനോഹരമായ രീതിയിൽ ഒരു വീണയെല്ലാം ആക്കി വെച്ചിട്ട് കാണുന്നുണ്ട്. നമ്മൾ വിനോദ മാഷ് ഒരു തവലേന്റെ മേലെ കയറി ഇരുന്നതാണ് നമ്മളിപ്പോ കാണുന്നത്. നല്ല മനോഹരമായ രീതിയിൽ ഒരു പുലിനാക്കി വെച്ച് കാണുന്നുണ്ട്. നല്ലൊരു പാറ. പറഞ്ഞോ. ഒരാൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. ഹായ് പറഞ്ഞ. കുറെ കുട്ടികൾ താഴെ ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ആടി കളിക്കലാന്ന്. വേറെ ആരുമില്ല. എല്ലാവരും താഴത്തേക്ക് പോയി. ഇവിടെ ചണ്ടയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇരിക്കാൻ വേണ്ടിയുള്ള സംഗതികളാണ്, ഇരിപ്പിടാന്ന്.
പ്രണമാഷ് ആ ടീച്ചർമാരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് അതിവിദഗ്ധമായിട്ട് ചാഞ്ഞും ചേരിഞ്ഞും കൊണ്ട്. ഗൊറില്ലേന്റെ അടിപൊളി പ്രതിമയുണ്ട്. നമ്മളെ പ്രവീണിന്റെ മോള് വരുന്നു ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്. പ്രവീണിന്റെ ഷിംനേന്റെ മോള് രണ്ടാൾ വരുന്നു ഊഞ്ഞാലാടുന്നുണ്ട്. ദേവു അടുത്ത അവസരത്തിന് വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. പേപ്പറിന് ആടുന്നുണ്ട്. ടീച്ചർമാരിൽ നിൽക്കുന്നുണ്ട്. നാളെ PTA വൈസ് പ്രസിഡന്റ് സ്മിത നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈവറും രണ്ടാളും ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതിനെ കറങ്ങി കറങ്ങി പോകുന്ന സാധനമാണ്. മെഷീനറി അല്ലാണ്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന സംവിധാനമാണ് ഇത്. ഇതൊരു വെറൈറ്റി സാധനം തന്നെയാണ്. നമ്മളെ മറ്റേ ഡ്രൈവർ ഇരുന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഓർക്ക് മേടിച്ചിട്ട് കേറിയില്ല. നമ്മളെ വിനോദ മാഷ 2 കുട്ടികളും കേറിയിട്ടുണ്ട്. നമ്മളെ സ്കൂളിന്റെ ഭാഗ്യാണ് HM. എന്തിനും ഏതിനും നല്ല രീതിയിൽ കുട്ടികളൊന്നിച്ച് നിൽക്കും, കൂടെ നിൽക്കും. അങ്ങനെ വണ്ടി വരുന്നുണ്ട് വിനോദ മാഷും കുട്ടികളും. വിനോദ മാഷും കുട്ടികളും ഇങ്ങനെ ഇറങ്ങുമെന്ന്. ഹായ് ടാറ്റാറേ. വനവാസി കയറുന്നുണ്ട്. നമ്മൾ ഡ്രൈവറെ ഹെലികോപ്റ്റർ കയറുന്നുണ്ട്. ഇവിടെ അങ്ങനെ എന്തെല്ലോ ഉണ്ട്. താറാവ് അത് ഇത് എല്ലാം കാണുന്നുണ്ട്. ഒരു പ്രത്യേക തരം കോഴിയെ കാണുന്നുണ്ട്. നമ്മളെ ഏത് ഭാഷ എന്റെ ചങ്ങായിന്റെ മോനും കൂടി ഇരുന്നിട്ട് ചാർലി ചാപ്ലിനെ നോക്കുന്നുണ്ട്. ഹരിമാഷയുടെ പിള്ളേരെല്ലാം കളിപ്പിക്കലാന്ന്. അടിപൊളിയായിട്ട് ഉന്തി വിടുന്നുണ്ട്. അപ്പന്ന് കൊറേ ആള് വിളിക്കുന്നുണ്ട്. ആർച്ചയിടുന്ന അടിപൊളിയായിട്ട് ആടുന്നുണ്ട്. എന്താ ഇപ്പറന്ന് 2-3 ആൾ ആടുന്നുണ്ട്. 2 ആള്. ഇതാ 3-4 വലിയ ആളെപ്പോലെ കയറി ഇരുന്നിട്ടുണ്ട്. ആടാൻ പറ്റുന്നില്ല. നമ്മളെ ഡ്രൈവറും ഫാത്തി ഇപ്പറന്ന് സീസോന്ന് കളിക്കലാന്ന്. ഫാത്തി ഇങ്ങോട്ടോക്കിയാ. ഫാത്തി ഇങ്ങോട്ടോക്കിയാ. കുട്ടികളെ സന്തോഷമാണ് നമ്മളെ സന്തോഷം കണ്ടാന്ന് ഡ്രൈവർ ഇങ്ങനെ കളിക്കാൻ കൂടുന്നത്. ഇവിടെ ഒരു മുതലുണ്ട്. അപ്പുറം കാണുന്ന വെള്ളം നാച്ചുറലാണ്. ഒറിജിനൽ തോടാണ് അപ്പുറം കാണുന്നത്. ഒരാൾ ഇടുന്ന എന്തോ കവിത അങ്ങനെ എഴുതുന്നുണ്ട്. ഇവിടെ ഒരാള് ചൂണ്ടയിടായിരുന്നുണ്ട്. അടുത്ത് തന്നെ കൊട്ടയിൽ കുറെ മീന കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രണവായിട്ട് പിള്ളേരെ കൊണ്ടോ എന്ന് തോന്നുന്നു. കൊറേ പ്രാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരാളെയും കൂട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രണവാഷ് ഇപ്പം കുട്ടികളെയും കൂട്ടിയിട്ട് മുകളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കലാന്ന്. നമ്മളെ ബസ്സിന്റെ ഡ്രൈവർ ഇപ്പൊ ഇതിന്റെ ഡ്രൈവറായി മാറിയിട്ടുണ്ട്. കുട്ടികളെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യിക്കുന്നതിന് നല്ല രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട്. നമ്മളെ ബസ്സിന്റെ 2 ഡ്രൈവർമാർ കുട്ടികളെ നയിച്ചുകൊണ്ട് ഇങ്ങനെ പോക്കാന്ന്. ഇതെല്ലാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു സ്ഥലമാണ്. ഒരുപാട് കുട്ടികൾ കളിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ ഇത് കുട്ടികൾ നല്ല രീതിയിൽ ആസ്വദിച്ചിന്.
ഓക്കെ എല്ലാരും ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ ഓക്കെ. മാഷ് ഇത് ഉരുണ്ട് ഒരുവാക്കിയായി 10-15 പ്രാവശ്യമായിട്ടായി മാഷ് ഉരുളുന്ന്. നല്ല ക്യാപ്ഷനാണ് ഇവരെ. ഇപ്പൊ പോണ്ടമ്മേ ഇത്തിരി കഴിയട്ടെ. ഇന്നാണ് ആ ദിവസം സന്തോഷിച്ചില്ലേ. അടിപൊളി. ആ അപ്പൊ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.